വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയും. നിലമ്പൂരിൽ ജനവാസ മേഖലയിൽ ഇടവിട്ടെത്തുന്ന കാട്ടുപോത്താണ് ജനത്തെ ഭീതിയിലാക്കുന്നത്. കാട് കയറുന്ന കാട്ടുപോത്ത് വീണ്ടും തിരികെ എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടാനയും കാട്ടുപന്നിയും കരടിയും കാട്ടുപോത്തുമെല്ലാം മലപ്പുറത്തിന്റെ മലയോര മേഖലയെ ഭീതിയിലാഴ്ത്തുകയാണ്. നേരത്തെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ കണ്ടിരുന്ന ഇവയൊക്കെ യഥേഷ്ടം ജനവാസ മേഖലകളിലേക്കും നഗരമധ്യത്തിലേക്കും എത്തുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. നിലമ്പൂരിലിറങ്ങിയ കാട്ടുപോത്ത് എടക്കര ടൗണിൽ വരെ എത്തിയിരുന്നു. ഒടുവിൽ നാട്ടുകാരും വനവകുപ്പും ചേർന്ന് കാട് കയറ്റിയെങ്കിലും അതേ കാട്ടുപോത്ത് വീണ്ടും മരുത പുളിക്കലിലുമെത്തി. ഇപ്പോൾ നിലമ്പൂർ CNG റോഡിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നത്. കർഷകരും നാട്ടുകാരും വളരെ ഭീതിയിലാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഒരു നടപടി ഇതിന് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാണ്ടിക്കാട് അരിക്കണ്ടം പാക്കിൽ ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം വ്യാപാര സ്ഥാപനങ്ങൾക്ക് അകത്ത് വരെ എത്തി. ഒടുവിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് കരടിയാണ് ആശങ്ക പരത്തുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കാട്ടാന ശല്യം അതിരൂക്ഷം തന്നെ. വന്യമൃഗങ്ങളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാനാവാത്ത നിലയിലാണ് പലയിടത്തും. ടൗൺ ഏരിയനോടനുബന്ധിച്ച് വരെ പന്നികൾ കയറി ഇറങ്ങി വീട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മാത്രമല്ല കൃഷി നശിപ്പിക്കുന്ന മാത്രമല്ല ജീവന് വരെ ഭീഷണിയാണെന്ന് പറയാം. കാലങ്ങളായി തുടരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.